ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുള്ളത് പുതിയ പാളയം മാർക്കറ്റിലാണ്, കല്ലുത്താൻ കടവിൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. മുഖ്യമന്ത്രി എല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. അതെല്ലാം കാണിച്ചു തരാം. കൺട്രോളി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനം. നന്ദി സർ. അതാണ് വന്നിട്ടുള്ള മാറ്റം. വിവാഹ രജിസ്ട്രേഷൻ വിവാഹ പന്തലിൽ വെച്ച് ഒരു ലാപ്ടോപ്പ് വഴി രജിസ്ട്രേഷൻ അപ്പോൾ നടത്താൻ കഴിയുന്നു. വീഡിയോ KYC വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഏത് സേവനങ്ങളാവട്ടെ, ഇന്ന് കോർപ്പറേഷൻ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ നേരിട്ട് ചെല്ലാതെ ലോകത്തെവിടെ നിന്നും ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോട് കൂടുതലൊന്നായി കുറഞ്ഞു എന്നാണ്. ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കാൻ ഇപ്പോഴും ശേഷി കൈവരിച്ചിട്ടില്ലാത്തവർ നേരിട്ട് പോകുന്നു എന്നേ ഉള്ളൂ. ഈ മാറ്റം ഇതൊക്കെ ചേർന്നതാണ് നവകേരളം എന്ന് പറയുന്നത്. ആ നവകേരള നിർമ്മിതിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് കല്ലുത്താൻകടവിലെ പുതിയ പാളയം മാർക്കറ്റിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ 2 സെക്ഷനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരു ഭാഗം ഹോൾസെയിലും ഒരു ഭാഗം റീറ്റെയിലും. അപ്പോൾ ഇവിടെ പഴം, പച്ചക്കറി, ഫ്രൂട്ട്സുകൾ എല്ലാം ഹോൾസെയിലും റീറ്റെയിലും ആയിട്ട് എല്ലാ ഐറ്റംസുകളും ഇവിടെ കിട്ടുന്ന ഒരു ഏരിയ ആയി മാറാൻ പോവുകയാണ്. അപ്പം കുറേ വിവാദങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കിക്കാണാം. വിവാഹ പന്തലിൽ വെച്ച് ഒരു ലാപ്ടോപ്പ് വഴി രജിസ്ട്രേഷൻ അപ്പോൾ നടത്താൻ കഴിയുന്നു. വീഡിയോ KYC വഴി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവട്ടെ, ഏത് സേവനങ്ങളാവട്ടെ, ഇന്ന് കോർപ്പറേഷൻ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ നേരിട്ട് ചെല്ലാതെ ലോകത്തെവിടെ നിന്നും ഒരു സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടു കൂടി Vamos a